പ്പോഴത്തേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് മണി പോലെ വന്ന് വീണില്ല. സെക്കൻഡ് ടൈം ഒരു 80 to 90% വന്നു. ഏത് സ്ഥലമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതൊന്ന് പാടിയേരെ. ഇത് വരണമായിരുന്നു. ബാക്കി പാട്ടൊക്കെ നല്ല രസമായിരുന്നു. നമ്മളെല്ലാവരും നോക്കുന്ന ഒരൊറ്റ കാര്യം ഇതുള്ളൂ, ഇതെങ്ങനെ വരും. അല്ല, ചില പാട്ടുകളുണ്ട്. ഇപ്പം മൗനമേ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, അതിനകത്ത് ഒരു ഇതുപോലെ സംഗതി ജാനകിയമ്മ ഇട്ടിട്ടുണ്ട്. അതാണ് പാട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഈ നിരൂപകർ നോക്കിയിരിക്കും, ഇതെങ്ങനെ വരുമെന്ന് അറിയണമല്ലോ. നന്നായിരുന്നു ഇവിടെ. താങ്ക് യു സർ. സെബമോൻ, എന്താ സർ? നീ ആ ഒരു സ്റ്റേജ് കീഴടക്കി. ഒന്നാമത് നിനക്ക് ഒരു ഓറയുണ്ട്, നല്ലൊരു കാണാനും നല്ലൊരു വന്നില്ലല്ലോ എന്ന് ഞങ്ങൾ വിചാരിക്കുകയായിരുന്നു. ഓറ നമുക്ക് എടുത്തു കളയാം. ഒരു നല്ലൊരു പ്രഭ, അത് ഓക്കെ അല്ലേ? നല്ല പ്രഭയാണ് പ്രഭ. അതെ, അപ്പൊ അതും ഒക്കെ വന്ന് പിന്നെ നല്ലൊരു പാട്ട് എടുത്തോളുന്നു. അവരെ നോക്കുന്നു. ബീജി എത്തുമ്പോ കണ്ണെടുക്കാൻ പറ്റില്ല, ഒരൊറ്റ തന്നെ എല്ലാതും അവിടെ ഇവിടെ കിടന്ന് പൂന്തു വിളയാടാണ് ശരിക്കും പറയണെങ്കിൽ. നേരത്തെ പറഞ്ഞ മാതിരി കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യണം. അച്ഛൻ പറയണ കേൾക്കുവോ? കേൾക്കുവോ? അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി അച്ഛൻ പറയണ കേട്ട് കഴിഞ്ഞാൽ നിനക്ക് ഇതേപോലെ ഒരു ഡബിൾ സെക്കൻഡ് ടേക്ക് ഇല്ലാതെ ഫസ്റ്റ് ടേക്കിൽ തന്നെ നിനക്ക് ഓക്കെ ആക്കാൻ പറ്റും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശബക്കുട്ടി, നല്ല രസമുള്ള പാട്ട് നന്നായിട്ട് പാടി. നല്ല ഫീല്. നമ്മളെല്ലാം ഇവിടെ ഇങ്ങനെ ഒരു നല്ല കാരണം എന്നൊക്കെ പറഞ്ഞേ. മോളെ, അതൊക്കെ മറന്ന് അതാണ് ലൈഫിലെ എന്ത് പ്രശ്നങ്ങളെയും നമ്മൾ മറികടക്കുന്ന നിങ്ങളെപ്പോലുള്ള നിങ്ങളുടെ നല്ല പാട്ടുണ്ടായിട്ടല്ലേ ഈ പെറ്റമ്മ ജീവിച്ചിരിക്കുന്നു. മോളെ, നല്ല രസമായി പാടി, നല്ലതായിട്ട് പാടി, നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാനും കേട്ടോ. ഓക്കെ, മിടുക്കി, സൂപ്പർ. So today we are giving you 99 out of 100. Thank you sir. ആടി ഒരു സലിൽ ദപ്പുകുരി. Thank you sir. ഹാപ്പി അല്ലേ? Oh, happy. ഓൾ ദി ബെസ്റ്റ്. Okay, thank you. Bye. Bye.